വഴിയടച്ച മതിൽ കെട്ടുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. കോടതി വിധി നടപ്പാക്കാൻ കഴിയാതെ അധികൃതർ മടങ്ങി. തേവലക്കര അരിനെല്ലൂരിലാണ് സംഭവം. പ്രതിഷേധിച്ച 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ഇവരെ വിട്ടയച്ചു. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് 2007 മുതൽ നിലനിൽക്കുന്ന കേസിൽ കോടതി വിധി നടപ്പാക്കാനാണ് അധികൃതർ എത്തിയത്. തൊണ്ണൂറ്റാറ് തൊട്ട് നടക്കുന്ന വഴിയാണ്. ഈ കക്ഷിയുടെ അപ്പം പുരയിടം വാങ്ങിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കെതിരെ കൂടെ ഞങ്ങളുടെ പൂർവികർ നടന്ന വഴികളാണ്. ഈ കക്ഷി മേടിച്ചിടം തൊട്ടാണ് ഞങ്ങളുടെ ഈ വഴി തടസ്സപ്പെടുത്തി ഇട്ടിരിക്കുന്നത്. തേവലക്കര അരനെല്ലൂരിൽ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട മതിൽ കെട്ടാനുള്ള കോടതി വിധി നടപ്പാക്കാനെത്തിയ ആമീൻ ഉൾപ്പെടെയുള്ളവരെയാണ് പരിസരവാസികൾ തടഞ്ഞത്. മഴവെള്ളത്തിൽ കിടന്ന് പ്രതിഷേധിച്ച 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വസ്തു ഉടമയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാനാകാതെ ആമീന് മടങ്ങേണ്ടി വന്നു. 8ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ 40ഓളം ആളുകളുണ്ട് ഈ വഴി നടക്കുന്നത്. അതിൽ ക്യാൻസർ രോഗികളുണ്ട്. അവരെ ഒന്ന് ആശുപത്രിയിൽ പെട്ടെന്ന് രാത്രി ഒന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ ഒരു ഓട്ടോ പോലും കയറി വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. സ്കൂളിൽ കൊച്ചുങ്ങൾ പോകുന്നതിന് അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഈ വഴി കെട്ടിയടച്ചു പോയാൽ. ഞങ്ങൾ ഇനി ഏത് നിയമത്തിൻ്റെ ഏത് രീതിയിൽ പോയി ഞങ്ങൾക്ക് ഇതൊന്നും നേടിയെടുക്കാൻ പറ്റും. കിഴക്കോട്ട് കിടക്കുന്ന ഒരു ചെറിയ വഴി കാണിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വഴി ഇല്ലാത്തത് കൊണ്ട് അവർ കുറച്ച് ദിവസത്തേക്ക് ഈ വഴി കിട്ടുന്നിടം വരെ നിങ്ങളൊന്ന് നടന്നുവെന്നും പറഞ്ഞ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അടയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ് അവിടെ അവർ തീർത്തില്ല എന്ന് പറഞ്ഞ് തീർത്ത് നിൽക്കുക. അതുമില്ല ഇതുമില്ലാതെ ഞങ്ങൾക്ക് വഴിയില്ലാതായിപ്പോയി. ഞങ്ങൾ ഇനി എങ്ങനെ പുറത്ത് റോഡിലോട്ട് ഇറങ്ങും? നമുക്ക് ജോലി ചെയ്യാനൊന്ന് പോകണമല്ലോ, പോകാൻ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയിരിക്കുകയാണ്. അരനെല്ലൂർ തെക്ക് 8ാം വാർഡിൽ KEP കനാൽ റോഡിന് സമീപമാണ് സംഭവം. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് 2007 മുതൽ കരുനാഗപ്പള്ളി മുനിസിപ്പൽ കോടതിയിൽ കേസ് നടന്നു വരികയായിരുന്നു. കോടതി വിധി നടപ്പാക്കാൻ ഇന്നലെ എത്തിയപ്പോഴാണ് 8ഓളം കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിയത്. കോടതി ജാമ്യൻ K. വിജയകുമാർ, അഡ്വക്കേറ്റ് കമ്മീഷൻ VR പ്രമോദ് എന്നിവർ പോലീസ് സാന്നിധ്യത്തിൽ എത്തിയെങ്കിലും വഴിയടച്ച് മതിൽ കെട്ടുന്ന ഭാഗത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കിടന്ന് പ്രതിഷേധിച്ചു. ഇൻസ്പെക്ടർ V. പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് 4 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ കൊണ്ടുവരികയും പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്തു. പ്രതിഷേധത്തിനിടെ കുഴിഞ്ഞു വീണ സ്ത്രീയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിസരത്തെ 8ഓളം കുടുംബങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് വഴിയെന്നും വയോധികരും രോഗികളും ഉൾപ്പെടെയുള്ളവർ കുടുംബങ്ങളിൽ കഴിയുന്നുണ്ടെന്നും മറ്റ് സഞ്ചാരമാർഗമില്ലെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. ആവശ്യം നമ്മൾ നടവഴിയെ ചോദിക്കുന്നുള്ളൂ, നടവഴി മാത്രമേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പം കൂടുതൽ വലിയ രീതിക്ക് വഴി തരണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ലേ ഞങ്ങൾ 2 സെന്റ് വസ്തു ഇയാൾ ആ വില വെച്ച് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് 2.5 ലക്ഷം രൂപ വെച്ച് ചോദിച്ച് ഞങ്ങൾ സമ്മതിച്ചു. സമ്മതിച്ച് പോയ ആൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വസ്തു വിലക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാണ് പോയത്. അന്ന് ഓർക്കുക. ന്യൂസ് ബ്യൂറോ, ചവറ.